പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ദാരുണമായ ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് സയീദിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ NIA കോടതിയുടെ നിർണായക നീക്കം. ജമ്മുവിലെ പ്രത്യേക NIA കോടതി ഹാഫിസ് സയീദിന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകി ഉടൻ സമൻസ് അയക്കും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയായിരിക്കും പാകിസ്ഥാനിലുള്ള സയീദിന് ഈ ഔദ്യോഗിക സമൻസ് കൈമാറുന്നത്. കേസിൽ ഹാഫിസ് സയീദിനെതിരെ കോടതി മുൻപ് തന്നെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. 2025 ഏപ്രിലിൽ കശ്മീരിലെ പഹൽഗാമിൽ നടന്ന അതിക്രൂരമായ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ പ്രമുഖനാണ് ഹാഫിസ് സയീദ് എന്നാണ് അന്വേഷണ ഏജൻസിയായ NIA വ്യക്തമാക്കുന്നത്. 25 നിരപരാധികളായ വിനോദസഞ്ചാരികളും ഒരു പ്രദേശവാസിയുമാണ് ആ ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. എന്നാൽ ഇന്ത്യ നൽകുന്ന നിയമപരമായ സമൻസുകൾ കൈപ്പറ്റാനോ കോടതിക്ക് മുന്നിൽ ഹാജരാകാനോ ഉള്ള സാധ്യത പാകിസ്ഥാൻ ഒളിവിലിരിക്കുന്ന സയീദിന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നിരിക്കെ അതിനെയും പ്രതിരോധിക്കാനുള്ള നിയമവഴികൾ ഇന്ത്യ ഒരുക്കിക്കഴിഞ്ഞു. ആവശ്യമായ സർക്കാർ തല നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷവും സയീദ് വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാകുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSSലെ 2023 356 വകുപ്പ് പ്രകാരം പ്രതിയുടെ അസാന്നിധ്യത്തിൽ തന്നെ വിചാരണ തുടരാൻ കോടതിക്ക് സാധിക്കും. രാജ്യത്തിനെതിരെ കുറ്റം ചെയ്ത നടപടികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനായി വിദേശത്തോ മറ്റ് സ്ഥലങ്ങളിലോ ഒളിവിൽ കഴിയുകയും ഉടൻ അറസ്റ്റിലാവാൻ സാധ്യതയില്ലാതിരിക്കുകയും ചെയ്യുന്ന പ്രഖ്യാപിത കുറ്റവാളിക്കെതിരെ അന്വേഷണം നടത്താനും വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിക്കാനും ഈ പുതിയ വകുപ്പ് ഇന്ത്യൻ കോടതികൾക്ക് പൂർണ്ണ അധികാരം നൽകുന്നുണ്ട്. പ്രതിയില്ലാതെ അസാന്നിധ്യത്തിലുള്ള വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് നിർബന്ധമായും പൂർത്തിയാക്കേണ്ട ചില നടപടിക്രമങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. തുടർച്ചയായി 2 അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിക്കുന്നതും പ്രഖ്യാപിത കുറ്റവാളിയോട് വിചാരണയ്ക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ കുറ്റങ്ങൾ ചുമത്തിയ തീയതി മുതൽ 90 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇത്തരം അസാന്നിധ്യ വിചാരണകൾ ആരംഭിക്കാനാകില്ല. അതേസമയം പ്രതിക്ക് വേണ്ടി അഭിഭാഷകൻ ഹാജരാകുന്നില്ലെങ്കിൽ സർക്കാരിന് തന്നെ പ്രതിരോധത്തിനായി അഭിഭാഷകനെ നിയമിക്കാനുള്ള വ്യവസ്ഥയുമുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് NIA അടുത്തിടെ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് ഹാഫിസ് സയീദിനെതിരെ പ്രതി ചേർത്തിരിക്കുന്നത്. വ്യക്തിഗത നിലയിലും ലഷ്കർ-ഇ-തോയ്ബയുടെയും അതിന്റെ നിരോധിത പ്രോക്സി സംഘടനയായ ദ റെസിഡൻസ് ഫ്രണ്ടിന്റെയും തലവനായും സയീദിനെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം എന്നിവയിലെ വിവിധ കടുത്ത വകുപ്പുകൾ പ്രകാരമാണ് സയീദിനെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയത്. ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും പാകിസ്ഥാൻ മണ്ണിലിരുന്ന് ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തതടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങളാണ് സയീദിനെതിരെ NIA ആരോപിക്കുന്നത്. നേരത്തെ 2025 ഡിസംബർ 15 സമർപ്പിച്ച NIAയുടെ 1597 പേജുള്ള ആദ്യ കുറ്റപത്രത്തിന്റെ തുടർച്ചയായാണ് ഈ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഗൂഢാലോചന, അതിൽ സയീദിന്റെ നേരിട്ടുള്ള പങ്ക്, അന്വേഷണ സംഘം ശേഖരിച്ച ശക്തമായ തെളിവുകൾ എന്നിവ ഇതിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഭീകര നേതാക്കളുടെ കൃത്യമായ നിയന്ത്രണവും വിദേശ ഭീകരരുടെ പങ്കാളിത്തവും പ്രാദേശിക തലത്തിൽ ലഭിച്ച സഹായങ്ങളും ഏകോപിപ്പിച്ച് നടത്തിയ വൻ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പഹൽഗാം ആക്രമണമെന്ന് NIA ചൂണ്ടിക്കാണിക്കുന്നു.